തുടക്കത്തിൽ പിടിച്ചൊരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ നിന്ന് ചർച്ച വ്യതിചലിച്ച് പോകുന്നതിന്റെ ചില ചർച്ച എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ അവസാനം വേറെ അവസാനിക്കും. ഓരോ ചർച്ചയ്ക്ക് ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോ പൊതുജനം പബ്ലിക് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടായി, അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇവിടെ ബഹുമാന്യായ റിജി ലൂക്കോസ് പറഞ്ഞ പോലെയുള്ള ഇത്തരം ചില ചർച്ചകൾ നടക്കുമ്പോഴത്തേക്ക് അനാവശ്യപരമായിട്ടുള്ള ടോക്ക് ഒഴിവാക്കണം. 5 minutes കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ജെൻസിക്ക് പറയാനുണ്ടോ? പേരൻസ് ചർച്ച വെക്കുമ്പോ നമ്മള് കേൾക്കും. നമുക്ക് എന്തെങ്കിലും അവര് ഇവിടെ ചർച്ച ചെയ്യുന്നവരൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോ നമ്മളിതില് നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ പിന്നീട് തിങ്ക് ചെയ്യും, അതങ്ങനെ അല്ലല്ലോ. അപ്പൊ നമ്മൾ പോയിട്ട് അതിനെ പറ്റി നമ്മൾ അന്വേഷിക്കും, പഠിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യും. അപ്പൊ ഇവര് സ്ട്രൈക്ക് ആവുന്ന കാര്യം പറയണം. നമ്മൾ നമ്മുടെ ഒരു വൈബിനനുസരിച്ച് പറയണം. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അത് തന്നെ, അവർക്കൊരു കണക്ഷൻ വേണം. അപ്പൊ നിങ്ങളെന്തോ പറയാൻ വന്നല്ലോ, പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇരിക്കുന്ന ഈ കുട്ടികളുണ്ടല്ലോ, അവരിപ്പോ ശരിക്കും പറയാൻ ഒന്ന് ഉണർന്നത് ഈ പൂക്കി മന്ത്രിസഭ എന്ന് പറഞ്ഞ നമ്മളെ പുതിയ മുഖ്യമന്ത്രി വന്നില്ലേ, ആ സമയത്താണ് ഇവരോട് കൂടുതൽ മുന്നേ ഉണർന്നവരാ. അതെ, അതല്ല പറഞ്ഞത്. ഇപ്പൊ കുറച്ചുകൂടി യങ്സിനെ കയ്യിലെടുത്തത് അദ്ദേഹം വന്നിട്ട് ശേഷമാണെന്ന് എന്ന് ആണ് തോന്നുന്നത്. അതെ, അന്തിച്ചർച്ചകളിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവര് ആണ് കൂടുതൽ ഈ ചർച്ചകൾ കാണുന്നത്. അതൊരു മര്യാദയില്ലാത്ത രീതിയിലേക്ക് ചർച്ചകൾ മാറി മാറി പോകുമ്പോഴാണ് ഈ ചാനൽ മാറ്റി വെക്കുന്നത്. ഇത് കൂടുതൽ ഇപ്പൊ സീരിയൽ ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങൾ മുഴുവൻ ആ ലൈനിലേക്കൊക്കെ പോകുമ്പോ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. സ്ത്രീകളായിട്ടുള്ളവർ വാർത്തയൊന്നും കാണുന്നില്ല ആരും. അന്തിച്ചർച്ച ആ സമയത്ത് ചാനൽ മാറ്റിക്കൊണ്ട് പോകും. കാണിക്കാം. ജൻസികളുടെ ഭാഷയിലേക്ക്, കുട്ടികളുടെ ഭാഷയിലേക്ക് നമ്മൾ വരണം എന്ന് ആദ്യം പറഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് വീടി. ഞാൻ അതില് പക്ഷം ചേരുകയല്ല, പക്ഷെ അങ്ങനത്തെ സ്റ്റൈലിലേക്ക് മാറണം എന്നൊരു കാര്യം മുഖ്യമന്ത്രി ചർച്ചയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ VD സതീശൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല മാതൃകയാണ് എന്ന് പറയാം. ആര് പറഞ്ഞാലും നല്ല മാതൃകയാണ്. ഒറ്റ കാര്യം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. മാധ്യമങ്ങൾ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത്. മാധ്യമങ്ങൾ നിഷ്പക്ഷമായിട്ട് എന്ന് വെച്ചാൽ ജനങ്ങൾ നീതിക്കൊപ്പം, നമ്മൾ പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പബ്ലിക്കായിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് റൺ ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ കുറിച്ച്, നാടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാണ്. മാധ്യമങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ഒപ്പം നിൽക്കണ്ട, നീതിക്കൊപ്പം നിൽക്കണം, ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാവരും